പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അനുനയിപ്പിക്കാനുള്ള CPM നേതൃത്വത്തിന്റെ നീക്കങ്ങളോട് മുഖം തിരിച്ച് മുതിർന്ന നേതാവ് ജി സുധാകരൻ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ് നേരിൽ വിളിച്ചെങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജി സുധാകരൻ അറിയിച്ചു. ജി സുധാകരനെ ചേർത്ത് നിർത്തിയുള്ള പ്രതികരണങ്ങളാണ് പാർട്ടി നേതാക്കളിൽ നടത്തിയത്. അശ്വിൻ ബാലാഴി ആലപ്പുഴയിൽ ചെയ്തു. അശ്വിൻ, പിന്നോട്ടില്ലെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ സുധാകരന്റെ പക്കൽ നിന്ന് പ്രതികരണം വരുന്നു. പക്ഷേ അതേസമയം ഇന്ന് വിളിച്ച വാർത്താ സമ്മേളനം മാറ്റിയിട്ടുണ്ട്. മാർച്ച് 10 വരെ മെമ്പർഷിപ്പ് പുതുക്കാനുള്ള സമയമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ ഗ്യാപ്പിനിടയിൽ പരമാവധി അനുനയിപ്പിച്ച് വിമർശിച്ചവർ എന്ന് പറയുന്നവരൊക്കെ വിളിച്ച് സുധാകരന് കാര്യങ്ങൾ മനസ്സിലാക്കി ധരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. എന്ത് പ്രതീക്ഷിക്കാം? ജി സുധാകരന്റെ നിലപാടിൽ മാറ്റമുണ്ടാകുമോ? എന്തായാലും പാർട്ടി സെക്രട്ടറി നേരിട്ട് വിളിച്ച് നടത്തിയ അനുനയ ശ്രമത്തിന് പോലും വഴങ്ങാതെ ജി സുധാകരൻ മുന്നോട്ട് പോവുകയാണ്. മാധ്യമങ്ങളോടോ മറ്റ് ആളുകളോടോ ഒന്നും അദ്ദേഹം ഫോണിൽ പോലും സംസാരിക്കാനും കൂട്ടാക്കുന്നില്ല. എന്തായാലും നിലവിലെ തീരുമാനവുമായും, അതായത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഈ വിവാദം ഉണ്ടായതിനു ശേഷം CPM നേതാക്കളുടെ പ്രതികരണമെല്ലാം വളരെ കരുതലോടുകൂടിയാണ്. ഇന്ന് MA ബേബി അടക്കം പറഞ്ഞത് ജി സുധാകരൻ പാർട്ടിയുടെ കരുത്താണ് എന്നുള്ളതാണ്. ഒപ്പം അതിന് പിന്നാലെ R നാസർ അദ്ദേഹവുമായി യാതൊരു പ്രശ്നവുമില്ല എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം H സലാം MLA അടക്കം ഇന്ന് നടത്തിയ പ്രതികരണങ്ങളും ജി സുധാകരനെ ചേർത്ത് പിടിക്കുന്നതായിരുന്നു. ജി സുധാകരൻ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളാണ്, പാർട്ടിക്ക് ഗുരുതുല്യനാണ്, തനിക്ക് ഗുരുതുല്യനാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ H സലാമിനെതിരെ അടക്കം രൂക്ഷ വിമർശനം പലപ്പോഴായി ജി സുധാകരൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് ജി സുധാകരൻ അകലുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ പാർട്ടി അദ്ദേഹത്തെ ചേർത്ത് നിർത്താനും അനുനയ ശ്രമത്തിൽ വഴങ്ങാതെ പോകുമ്പോൾ പോലും തള്ളിപ്പറയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം അവസരം മുതലാക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസ് സ്വതന്ത്രനായി അദ്ദേഹം പല മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട് താനും. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ പിണക്കാതെയുള്ള, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും വരുന്നത്. എന്തായാലും അടുത്ത 7-ാം തീയതി നാളെ കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴ ജില്ലയിലുണ്ട്. ആ ഘട്ടത്തിൽ ഏതെങ്കിലും ചർച്ച ജി സുധാകരനുമായി നേരിട്ടോ അല്ലാതെയോ അദ്ദേഹം നടത്തുമോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയ ആകാംക്ഷയുള്ള കാര്യവുമാണ്. എന്തായാലും നിലപാടിൽ നിന്ന്, തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലാതെ ജി സുധാകരൻ മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.